കാലവർഷക്കെടുതിയിൽ ഏറ്റുമാനൂർ നഗരസഭയിലെ 29-ാം വാർഡിൽ അംബേദ്കർ കോളനിയിലേക്കുള്ള റോഡിന്റെ വശം ഇടിഞ്ഞു താഴ്ന്ന നിലയിൽ ഏകദേശം 30 അടി താഴ്ചയിലും 100 അടിയോളം നീളത്തിലുമാണ് ഇവിടെ മണ്ണിടിഞ്ഞു കിടക്കുന്നത്. ഇതോടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്ത വീതി കുറഞ്ഞ റോഡ് അപകട ഭീഷണി ഉയർത്തുകയാണ്. കോളനിയിലെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഏക റോഡാണ് ഇപ്പോൾ കടുത്ത അപകട ഭീഷണിയിലായിരിക്കുന്നത്. ഹരിജൻ അംഗനവാടിയിലേക്കും സ്കൂളുകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർ ഭയന്നാണ് ഇതുവഴി കടന്നു പോകുന്നത്. പോകാനായിട്ട് പോരാത്തന് ഇപ്പൊ ഒരു കുഞ്ഞു കൊച്ചുണ്ട് വീട്ടില്. അതിനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം പോയത്. കൊച്ചിനെ കൊണ്ട് നടന്ന് ആ വഴി വരെ പോയിട്ടാണ് കാറൊക്കെ കയറ്റിക്കൊണ്ട് ആശുപത്രിയിൽ പോയത്. അത്രയ്ക്ക് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീതി കുറഞ്ഞ റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതോടെ സംരക്ഷണ ഭിത്തിയില്ലാത്ത ഈ ഭാഗത്തുകൂടിയുള്ള കാൽനടയാത്രയും വാഹനയാത്രയും അസാധ്യമായി വന്നിരിക്കുകയാണ്. ഒരു വലിയ വണ്ടി വളവ് തിരിഞ്ഞു വന്ന ആ വണ്ടി താഴെ പോയി. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ്. ആ പോസ്റ്റിന്റെ ചൂട് കണ്ടു അവിടെ മുഴുവൻ ഇടിഞ്ഞ് താഴോട്ട് പോയി. നിൽക്കുന്ന ഒരു ചെറിയ ഒരു കട്ടിങ്ങ മാത്രമാണ് നിൽക്കുന്നത്. ഈ കട്ടിങ് കൂടെ പോയി കഴിഞ്ഞാൽ ഈ വഴി കംപ്ലീറ്റ് പോകും. ഈ ടാർ തന്നെ ഇരിക്കുന്നു. ഇത് കണ്ടില്ല, ഇപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ച് ഇരുന്ന് പോയി. ഇവിടെ വണ്ടി ഓടി ഈ ഒരു തിട്ടൂടെ പോയി കഴിഞ്ഞാൽ ഇത് മൊത്തം താഴോട്ട് പോകും. പ്രായമായവരും കിടപ്പ് രോഗികളുമടക്കം നിരവധി ആളുകൾ താമസിക്കുന്ന മേഖലയാണിത്. അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി ആശുപത്രിയിൽ പോകാനോ ഗ്യാസ് വണ്ടി പോലുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. മിനിഞ്ഞാന്ന് വീണതാണ്. ഇത് വഴി ഇടിഞ്ഞ് വീണതാണ്. നേഴ്സറി സ്കൂളും പിള്ളേരും എല്ലാം ഇതിലെ വരുന്നതാണ്. പിന്നെ ഗ്യാസ് വണ്ടിയൊക്കെ വരുന്നതാണ്. ഈ അരിഞ്ഞനങ്കാരുടെ റോഡാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വഴിയോടെ 5-6 കുറെ വീട്ടുകാരും ഉണ്ട്. അവിടെ അപ്പഴ കോളനിയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും രീതി ഞങ്ങൾക്ക് ഈ വഴി പരിച്ച് ശരിയാക്കി ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. തരണം. മുമ്പ് റോഡ് നിരപ്പിലുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തതിനെ തുടർന്നാണ് വലിയ കുഴി രൂപപ്പെട്ടതും തുടർന്ന് റോഡിന്റെ വശം ഇടിയാൻ കാരണമായതും. മണ്ണെടുത്തതിനു ശേഷം സുരക്ഷിതമായ സംരക്ഷണ ഭിത്തി ഒരുക്കാത്തതും പ്രതിസന്ധികൾക്ക് കാരണമായതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. മഴ പെയ്യുന്നതോടെ റോഡിന്റെ വശങ്ങൾ കൂടുതൽ ഇടിയാൻ സാധ്യതയേറെയാണ്. കഴിഞ്ഞ ദിവസം നഗരസഭ അധികൃതർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മണ്ണിടിഞ്ഞ ഭാഗത്ത് അടിയന്തരമായി കരിങ്കൽ കെട്ടി ഉയർത്തി ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. അപകട സാഹചര്യം ചൂണ്ടിക്കാട്ടി വാർഡ് കൗൺസിലറും മുൻ ചെയർമാനുമായ ജോയി മന്നാമല നഗരസഭയിൽ റിപ്പോർട്ട് നൽകി. 19-ാം വാർഡ് ഉൾപ്പെട്ടാണ് കരിയാറ്റുപുഴ ഭാഗം. അവിടെയാണ് നമ്മുടെ കരിയാറ്റുപുഴ SC വിഭാഗത്തിന് വേണ്ടി പണ്ട് ഗവൺമെന്റ് സ്ഥാപിച്ച ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അതുപോലെ SC കുട്ടികൾക്ക് വേണ്ടി ഒരു നഴ്സറി സ്കൂൾ അവിടെ പ്രവർത്തിച്ചിട്ട് കൊല്ലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങോട്ട് കയറിപ്പോകുന്ന വഴി അംബേദ്കർ റോഡ് എന്നും പറഞ്ഞ് നാമകരണം ചെയ്ത് നമ്മൾ വാർഡിൽ നിന്ന് ഏറ്റുമാനൂർ നഗരസഭയിൽ നിന്ന് പരിപാലിച്ച് പോരുന്നതാണ്. ഈ അടുത്ത നാളിൽ അതിൻ്റെ ടാങ്കിനോടനുബന്ധിച്ച് അടുത്തുള്ള കുറേ ഭാഗം ഏതാണ്ട് ഒരു 100 അടിയോളം നീളത്തിൽ വഴിയുടെ തിട്ട ഇടിഞ്ഞു പോയിട്ട് അതിപ്പം നമ്മുടെ യാത്ര ബന്ധിയായിട്ട് നടക്കാത്ത രീതിയിൽ ഇരിക്കുകയാണ്. അത് ഏതാണ്ട് ഒരു 25 അടിയോളം താഴ്ചയുണ്ട് ആ ഭാഗത്ത്. ഇപ്പം വാഹനങ്ങൾ പോയാൽ താഴെ പോയാൽ വലിയ അപകടമാണ്. അപ്പം ഞാൻ ഇന്നലെ അത് ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് വെള്ളപ്പൊക്കത്തിൻ്റെ പരിഹാരമായിട്ട് സർക്കാർ തന്ന ഫണ്ടിൽ നിന്ന് വില്ലേജ് ഓഫീസർക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാനാണ് ഞാൻ ഇന്ന് ഫോട്ടോഗ്രാഫറെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ എടുത്ത് തരാനായിട്ട് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ അത്രയ്ക്ക് അപകട ഭീഷണിയാണ് ആ റോഡിന്. i4a ന്യൂസ്, ഏറ്റുമാനൂർ.